രാജാവേ സോറിട്ടാ, ഞങ്ങൾ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. അതൊന്നും സാരില്ലടാ. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? നിറമല്ല മനസ്സാണ് വെളുപ്പിക്കേണ്ടതെന്ന്. ഇനി ഞങ്ങൾ അങ്ങനെ പറയില്ലാട്ടാ. എന്നാ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം. തന്നാ വാങ്ങോ? വാങ്ങോന്നാ? ഇതെന്താ രാജാവ് അങ്ങനെ ഒരു ഡോക്ക്? ഇങ്ങോട്ട് പോന്നോട്ടെ. ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ വാങ്ങിയതാ. ബോക്സ് നിറഞ്ഞപ്പോ ഒരു കുപ്പി മാറ്റി വെച്ചു. ഇത് നിങ്ങൾക്കുള്ളതാ, എടുത്തോ. നല്ല മണുണ്ടല്ലോ, സൂപ്പർ സ്മെൽ. രാജാവേ സംഗതി കൊള്ളാം. ഇതെന്തുറ്റാ സാധനം? ഇതിന്റെ പേരെന്തുറ്റാ? മീറ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഷോ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, നാവിന്റെ തുമ്പത്തുണ്ട്. ഡാ അധികം നളിയണ്ട, ഓർമ്മയില്ലെങ്കിൽ ഇല്ലെന്ന് പറ. എങ്കിലെ കുരിശിന്റെ വഴി ഓർത്തു നോക്കിയേ, അവർ അവന് മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തൊന്നും കേട്ടിട്ടില്ലേ? ആ ശരിയാണല്ലോ. അപ്പൊ ഇതാണല്ലേ ആ ഐറ്റം. അതെ, ഇതിന് സ്വർണത്തേക്കാൾ വിലയുണ്ട് മക്കളെ. ഇതൊരു സുഗന്ധദ്രവ്യമാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് നല്ല കയ്പാണ്. കയ്പുള്ള സാധന? എന്തിനാ രാജാവേ ആ പാവം ഉണ്ണീശയ്ക്ക് കൊടുക്കുന്നത്? വല്ല ബൺമസ്കയും ഇറാഞ്ചായും കൊടുത്തൂടെ? അതല്ല ഇപ്പോഴത്തെ ട്രെൻഡ്. മക്കളെ, ജീവിതം എപ്പോഴും മധുരം മാത്രമല്ല, അതിൽ കഷ്ടപ്പാടുകളും വേദനകളും ഉണ്ടാകും. സ്വർണം രാജ്യത്വത്തെയും കുന്തിരിക്കും ദൈവത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ മീറ ഈശോയുടെ മനുഷ്യത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ നമ്മളെ പോലെ കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ വന്നവനാണ്. അതെ, അതുകൊണ്ട് പ്രതിസന്ധികളിൽ തകർന്ന് നിരാശപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് 3 പ്രാവശ്യം പ്രത്യാശ പ്രകടനം പ്രാർത്ഥിക്കാം. സ്റ്റാറേ, ഈ പ്രത്യാശ പ്രകരണം എന്ന് പറഞ്ഞ എന്താ? വീട്ടിൽ പോയി നമസ്കാര പുസ്തകം എടുത്ത് നോക്കിട്ടാ, അതിലുണ്ടാവും. എന്നാലും ഇന്നത്തെ സുഹൃത്തവൻ പറഞ്ഞോളൂ. എന്റെ പൊന്നുണ്ണീശോയെ, എന്റെ പൊന്നുണ്ണീശോയെ, എന്റെ ആശ്രയമേ, എന്റെ ആശ്രയമേ. അപ്പൊ കിട്ടികളെ നമുക്ക് പിന്നിക്കല്ലേ?